ഇത്രയും റിസ്ക് ആ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവൻ പോലും അപകടത്തിലാണ്. എല്ലാവർക്കും അറിയാം. ഈ പിണറായി വിജയൻ അങ്ങനെ ഒതുങ്ങി ഇരിക്കുമെന്ന് വിശ്വസിക്കുന്ന വിഡ്ഢിയൊന്നുമല്ല ഞാൻ. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മാഷാ അള്ളാ എന്ന് എഴുതിയ വണ്ടികൾ ഇനിയും വരാം. ടി.പി. ചന്ദ്രശേഖരന്മാർ ഇനിയും ഉണ്ടാകാം. എൻ്റെ ജീവൻ ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ പറയുന്ന ഈ ഉപതെരഞ്ഞെടുപ്പും ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ജീവനെ ബാധിക്കുന്ന പ്രശ്നമാണ് ഈ തിരഞ്ഞെടുപ്പ്. ആ ജീവൻ എൻ്റെ ഈ ജനങ്ങളുടെ കയ്യിലാണ്. അതിൻ്റെ മുകളിലും അവരെന്നെ കൈവിട്ടാൽ എനിക്കും ആലോചിക്കേണ്ടി വരില്ലേ? എൻ്റെ ജീവൻ എനിക്ക് നോക്കേണ്ടി വരില്ലേ? അങ്ങനെ ഒരു ഘട്ടം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആത്മാർത്ഥമായി സത്യസന്ധമായി ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ആരാ പിണറായി ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നത്? ഇപ്പം എല്ലാവരും മലപ്പുറം ജില്ലയോടാണുള്ള സ്നേഹം. എന്തോ സ്നേഹം അങ്ങനെ പറയുന്നത് കേട്ടാൽ ഇവിടെ ഈ പോലീസും ഈ നരനായിട്ടും ഈ ലോറിക്കാരെ പിടിക്കലും ഈ മണൽ വാരണ തൊഴിലാളികളെ ജയിലിലടക്കലും ഈ ടാപ്പിംഗ് തൊഴിലാളികളെ നിത്യേന മൃഗങ്ങൾ പിടിക്കലും ജില്ലയിലെ ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഒന്നും മിണ്ടാത്ത ആളുകൾ കമിഴ്ന്ന് കിടന്നിട്ട് മലപ്പുറം ജില്ലയുടെ സ്നേഹം ഒഴുകുക. ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഈ പിണറായിസം ആരിവിടെ ഉയർത്തിക്കൊണ്ടുവന്നു? ആരാണ് പിണറായിസത്തിന് നിലകൊള്ളുന്നത്?